സാർ, നമ്മുടെ സിനിമയെ പറ്റി പറയുമ്പോൾ അതിലെ സംഗീതം എന്ന് പറയുന്നത് അന്ന് വരെ കേൾക്കാത്ത തരത്തിലുള്ള ഒരു സംഗീതമായിരുന്നു. വിദ്യാധരൻ മാസ്റ്ററാണ്, അദ്ദേഹമാണ് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അതുപോലെ ജോൺസൺ, അദ്ദേഹമായിരുന്നു ഇതിൻ്റെ റീ റെക്കോർഡിംഗ്, പശ്ചാത്തല സംഗീതം. ഇവർ രണ്ടുപേരെ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റില്ല. ഞാൻ ആ സിനിമയിൽ 2-3 പാട്ടുകൾ പാടിയിട്ടുണ്ട്. നമുക്ക് വലിയ മ്യൂസിക് ഡയറക്ടറായ വിദ്യാധരൻ മാസ്റ്ററെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. സർ, ഷോയുടെ തുടക്കത്തിൽ തന്നെ സാർ അതിമനോഹരമായി നമ്മുടെ പാദമുദ്രയിലെ പാട്ടുപാടി ഞങ്ങളെല്ലാം അതിനൊരു ഒരു നന്ദി പറയുന്നു. ഇല്ല, ഞാൻ പറയായിരുന്നു, പാദമുദ്ര എന്ന സിനിമയിലെ അന്ന് വരെ കേൾക്കാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ പാട്ടുകളായിരുന്നു. പാദമുദ്രയിൽ 2 പാട്ടുകളാണുള്ളത്. ഒരു പാട്ട് ഭജന. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയം തിരുവനന്തപുരത്ത് വേളി ഹോസ്റ്റലായിരുന്നു എൻ്റെ കമ്പോസിങ്. അപ്പോൾ സുകുമാരൻ മാസ്റ്റർ ഈ കഥയുടെ സന്ദർഭമൊക്കെ വിവരിച്ചു തന്നു. അപ്പോൾ ഇങ്ങനൊരു ഭജനയുണ്ട്. അപ്പോൾ ഭജനയുടെ സമ്പ്രദായം ഇപ്പോൾ മാസ്റ്റർക്ക് അറിയില്ലെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു ഭജന പാടുന്ന ടീമുണ്ട്. അപ്പം അവരെ കയ്യിൽ നിന്ന് കുറച്ച് പാട്ടുകൾ അവർ പാടുന്ന വിധം ഒരു കാസറ്റിൽ പിടിച്ചു കൊണ്ടും തരാമെന്നോ. സന്തോഷം, അത് നമുക്ക് കേൾക്കാം. കാസറ്റ് വന്ന് കേട്ടപ്പോൾ ശ്രുതിയും താളമൊന്നും ഇല്ലാതെ അവരെന്തൊക്കെയോ ചപ്പളകട്ട, ജാട, പിന്നെ ഗഞ്ചറൊക്കെ ആയിട്ട് അങ്ങനെ പാടുന്നുണ്ട്. കുറേ നാമാവലികൾ പറയുന്നുണ്ട്, അത് പാടുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് പാടുന്നുണ്ട്. അത് കേട്ടു. പക്ഷേ സിനിമയായി വരുമ്പോൾ സിനിമയ്ക്ക് വേണ്ടുന്ന ഒരു പാട്ട് നമുക്ക് അതിനൊരു വൃത്തിയും എടുപ്പും വേണമെന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ തീർച്ചയായിട്ടും ആ സീനിന് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് സീനാണ് സിനിമയിലെ. അതെ, ആ സീനിന് യോജ്യമായ ഒരു പാട്ടാകണമല്ലോ. അതിമനോഹരമായിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനായ നടൻ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പാട്ട് വേറൊരാൾ ഇത്ര മനോഹരമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതിൽ എനിക്ക് സന്തോഷമുള്ള വേറെ കാര്യം കൂടി പറയാനുണ്ട്. അതിലൊരു സ്തോത്രമുണ്ട്. ഈ പഴനിയിലേക്ക് പോകുന്ന മുരുകന് ഈ കളറ് കാവ്യമൂട്ട കൊടുത്ത് ഭജനയ്ക്ക് ഈ അമ്പലത്തിലുള്ള പഴനിയിലേക്ക് പോകുന്ന ആൾക്കാർ വീടുകളിൽ പോയി തെണ്ടി നടന്ന് ഭിക്ഷ യാചിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിലൊരു പാട്ട്, സ്തോത്രം അതിൽ വേണമെന്ന് പറഞ്ഞു. അപ്പം അത് ലാൽ പലരും അത് കേട്ടിട്ടുണ്ടാവില്ല. ഒന്ന് പാടുമല്ല, പാടാം, അല്ലെങ്കിൽ പ്ലേ ചെയ്യും. അത് ആരുമില്ല അഗതി എനിക്കൊരു ആദിയും മഹാവ്യാധിയും ദൂരെ നിൽക്കുവതിനൊരൗഷധം ഇല്ല നീ ഒഴിഞ്ഞാലുമേ